29-ാം വയസ്സിലാണ്. ക്ലിഫ് ഹൗസിൽ പോയി ലീഡറെ കണ്ടു, സംസാരിച്ചു. ലീഡർ പറഞ്ഞു, എന്നാ അതിന് മുൻകൈയെടുത്തോ, ആവശ്യമായ സഹായം ചെയ്യാമെന്നത് ഉറപ്പ് നൽകി. അന്നത്തെ മുഖ്യമന്ത്രി ലീഡർ തന്നെയാണ് ഈ കോളേജ് ആരംഭിക്കാണ്ട് 25 ഏക്കർ ഭൂമി ചെറക്കൽ കോവിലകത്തിന്റെ നിയന്ത്രണത്തിലുള്ള മാടായി തിരുവർക്കാട് ദേവസ്വത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരുന്നത്. അത് ഏറ്റവും വലിയ കുന്നൻ മുകളിലാണ് ഈ കോളേജ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറം നേവൽ അക്കാഡമിയാണ്. അങ്ങനെ കോളേജ് ഇനിയും അപേക്ഷ കൊടുത്തു. കോളേജ് ആദ്യം അനുവദിച്ചപ്പോൾ എൻ്റെ കോളേജ് ഇല്ലായിരുന്നു. ഞാൻ വീണ്ടും ലീഡറെ പോയി കണ്ടു. ലീഡർ ചോദിച്ചു, തനിക്ക് നിർബന്ധമാണോ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പബ്ലിക് ലൈഫിലെ കോൺട്രിബ്യൂഷനാണിത്. കോളേജ് എല്ലാ കാലത്തും ലോകത്തിലുണ്ടാവും. ശരി, ഒക്ടോബർ 22 ക്യാബിനറ്റിൽ തനിക്ക് കോളേജ് കിട്ടിയിരിക്കും, താൻ പോയിക്കോതോ. അടുത്ത ക്യാബിനറ്റിൽ അഡീഷണലായി 2 കോളേജുകൾ അനുവദിക്കുന്നു. ഒന്ന് മാടായി കോളേജും മറ്റൊന്ന് VT ഭട്ടതിരിപ്പാട് കോളേജും ആലത്തൂർ. അങ്ങനെ ആ കോളേജ് താൽക്കാലികമായി അഹമ്മദിയ മദ്രസയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബ് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് 25 ഏക്കർ ഭൂമി രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ വാങ്ങി. കെട്ടിട നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് ലീഡറാണ്. അന്ന് ലീഡർ ആ ദിവസം തന്നെ വലിയ പ്രത്യേകതയുള്ള ദിവസമായിരുന്നു, തറക്കല്ലിടുന്ന ദിവസം. കാരണം അന്ന് ഈ ഇലക്ട്രിസിറ്റി സമരം നടക്കുന്ന കാലമാണ്. ശ്രീ E. ബാലാനന്ദൻ പ്രസിഡന്റ് CITU നടത്തുന്ന സമരമാണ്. അന്നാണ് തറക്കല്ലിടാൻ തീരുമാനിച്ചത്. തലേദിവസം രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു, DCCയിലേക്ക് വിളിച്ചു പറഞ്ഞു, നിവർത്തിയില്ല, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് എൻ്റെ ചേംബറിൽ ബാലാനന്ദനുമായി ചർച്ചയാണ്, വരാൻ പറ്റില്ലെന്നു. അങ്ങനെ ഞാനാകെ വിഷമിച്ചു. ഞാൻ അതിൻ്റെ ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി പറയുകയാണ്. ലീഡറെ വിളിച്ചു. ലീഡർ അവസാനം പറഞ്ഞു, ശരി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ലീഡർ ഈ ഒരു പരിപാടിക്കായി ലീഡർ കണ്ണൂർ രാവിലെ ട്രെയിൻ ഇറങ്ങുന്നു, 10 മണിക്ക് എത്തുന്നു, തറക്കല്ലിടുന്നു, 11 മണിക്ക് ഹെലികോപ്റ്റർ മടങ്ങി 2 മണിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ ട്രിവാൻഡ്രത്തെത്തുന്നു. ആ കോളേജിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഗവർണർ ശ്രീ രാമേന്ദ്രനായിരുന്നു. ഇതാണ് ഹിസ്റ്ററി. 6ഓളം ഡിഗ്രി കോഴ്സുകൾ, ഒരു PG എല്ലാം കോളേജിലുണ്ട്. ഞാൻ ആദ്യം 3 ഘട്ടങ്ങളായിട്ടാണ് ഞാൻ അതിൻ്റെ സ്ഥാനം വഹിച്ചത്, പ്രസിഡന്റായി. പിന്നെ ഞാൻ സ്വയം ഒഴിഞ്ഞു. അങ്ങനെ മറ്റുള്ളവരെ അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഈ അടുത്ത ഒരു 5-8 മാസം മുമ്പാണ് എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട്, കാരണം നേക്ക് വിസിറ്റ് വരികയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്, അതുകൊണ്ട് തൽക്കാലം എടുക്കണം എന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് വീണ്ടും ഞാൻ സ്ഥാനത്തേക്ക് വന്നത്. ഇതിപ്പോൾ ഒരു 6-7 മാസം മുമ്പാണ്. അന്നും ഞാൻ വെച്ച കണ്ടീഷൻ അധികം ഇരിക്കില്ല, ഞാൻ പെട്ടെന്ന് മടങ്ങിപ്പോവും എന്നുകൂടി പറഞ്ഞാണ്. കാരണം കോഴിക്കോട് MP ആയതോടുകൂടി എനിക്ക് വന്ന എല്ലാ കാര്യങ്ങളും നോക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നിയമനവുമായി ബന്ധപ്പെട്ട് വിഷയം വരുന്നത്. ഇത് സഹകരണ ഇന്ത്യയിൽ തന്നെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് കീഴിൽ ആദ്യത്തെ എഫിലിയേറ്റഡ് കോളേജാണ് മാടായി കോളേജ്. കോഴിക്കോട് നിന്നുള്ള ലോക്സഭാ അംഗം MK രാഘവൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മാടായി കോളേജിൻ്റെ പ്രശ്നങ്ങളിൽ അസത്യം പ്രചരിപ്പിക്കുന്നു എന്നാണ് MK രാഘവൻ ഡൽഹിയിൽ പറഞ്ഞത്. കുറേ വിവാദങ്ങൾ കൂടുപൊട്ടി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുകയൊക്കെ ചെയ്ത സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി.